രാവിലെ എണീറ്റ് അമ്പുടു ശുമ്പുടു യൂട്യൂബിൻ്റെ മുന്നിൽ പ്രസൻ്റ് ആയിട്ടുണ്ട്. ഈ സമയം വേഗം റെഡിയായാൽ റിയാൻഷുവിനെ ഡാൻസ് ക്ലാസ്സിന് കറക്റ്റ് ടൈമിന് എത്തിക്കാം. അമ്പുടു ശുമ്പുടുവിനെ വീട്ടിൽ നിർത്തിയാണ് ഞങ്ങൾ എപ്പോഴും ഡാൻസ് ക്ലാസ്സിന് പോകാറുള്ളത്. പതിവ് തെറ്റിച്ച് ഇന്ന് അമ്പുടുവിനെ കൊണ്ടുപോകുന്നുണ്ട്. എന്നാൽ ശുമ്പുടുവിനെ എൻ്റെ അമ്മയുടെ കയ്യിൽ ഏൽപ്പിക്കണം. പോകുന്ന വഴിക്ക് ഏൽപ്പിച്ചാൽ ശുമ്പുടു കരയാൻ സാധ്യതയുണ്ട്. സോ ഞാൻ ഇന്ന് നടന്നു പോവാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ശുമ്പുടുവും ഫുള്ളി എക്സൈറ്റഡ് ആണ്. അവൾക്കറിയില്ലല്ലോ അവളെ കൂട്ടാതെയാണ് ഞങ്ങൾ ടാറ്റ പോകുന്നതെന്ന്. വീട്ടിലെത്തിയപ്പോൾ ശുമ്പുടു കുറച്ച് കൺഫ്യൂസ്ഡായി. ഞാൻ പെട്ടെന്ന് തന്നെ അവളെ അവിടെ ഏൽപ്പിച്ച് വീട്ടിൽ തിരിച്ചെത്തി നോക്കുമ്പോഴുണ്ട് ഒരാൾ കാറിൽ കയറാനുള്ള ഭഗീരഥ പ്രയത്നത്തിലാണ്. ഏറെ പരിശ്രമത്തിനൊടുവിൽ അമ്പുടു കാര്യം സാധിച്ചു. എത്രയോ നാളായി ഞാനൊന്ന് ഫ്രണ്ട് സീറ്റിൽ ഇരുന്നിട്ട്. ഇവർ മൂന്നാളും ഉണ്ടാവുമ്പോൾ പുറകിൽ തന്നെയാണ് ഇരിക്കാറുള്ളത്. അതുകൊണ്ട് വെറുതെ ഇരുന്ന ചൈൽഡ് സീറ്റിനെ പിടിച്ചങ്ങ് ബാക്ക് സീറ്റിൽ സെറ്റാക്കി. ഈ ചൈൽഡ് സീറ്റ് ഇവരുടേതല്ല. ഇതിൻ്റെ ഓണർ റിയാൻഷു ആണ്. ഞങ്ങളുടെ എല്ലാ ട്രിപ്പുകളിലും ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഘടകമായിരുന്നു ഇവൻ. ഇവർ വന്നതോടെ ഇവന് വെറുതെ ഇരിപ്പാണ് പണി. അമ്പുടു നല്ല സന്തോഷത്തിലാണ്. ആളെ നമ്മൾ എവിടെയും തനിച്ചു കൊണ്ടുപോകാറില്ല. എപ്പോഴും ശുമ്പുടു വാശി പിടിച്ച് കൂടെ വരുന്നത് കൊണ്ട് അമ്പുടുവിന് ചാൻസ് കിട്ടാറേയില്ല. ആദ്യമായിട്ടാണ് പ്രതീക്ഷിച്ചതിലും നേരത്തെ ഡാൻസ് ക്ലാസ്സിൽ എത്തുന്നത്. കുട്ടികൾ മാത്രമേ അവിടെ എത്തിയിരുന്നുള്ളൂ. പരിചയമില്ലാത്ത സ്ഥലമായതുകൊണ്ട് അമ്പുടുവിന് ഒരു മടിയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഉന്തിത്തള്ളി വിട്ടപ്പോൾ അമ്പുടു എല്ലാവരോടും പരിചയപ്പെടാൻ തുടങ്ങി. എല്ലാവർക്കും ഹൈഫൈവ് ഒക്കെ കൊടുത്ത് ഓടിച്ചാടാൻ തുടങ്ങി. അമ്പുടുവിന് സ്ഥലം നന്നേ ഇഷ്ടപ്പെട്ടു. അപ്പോഴേക്കും ഡാൻസ് ടീച്ചേഴ്സ് എത്തിയിരുന്നു. ഞങ്ങൾ അമ്പുടുവിനെയും കൊണ്ട് പുറത്തേക്ക്. ജനൽ വഴി ഡാൻസൊക്കെ കാണുന്നുണ്ടെങ്കിലും അമ്പുടുവിന് അതൊന്നും പോരാ. അകത്തു പോകാൻ വാശി തുടങ്ങിയപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ഇനി ഡാൻസ് ക്ലാസ് കഴിയുമ്പോഴേക്ക് തിരിച്ചെത്തണം. എന്തായാലും അമ്പുടുവിനെയും കൊണ്ട് ഒരു ഡ്രൈവൊക്കെ പോയി വരാമെന്ന് കരുതി. ഇനി ഒരു ചായയൊക്കെ കുടിച്ച് ഒന്ന് റിലാക്സ് ആവാം. ചായയൊക്കെ ഓർഡർ ചെയ്ത് ഞങ്ങൾ കുറച്ച് പാട്ടൊക്കെ പാടി കളിച്ചു. ചായയും വടയും പഴംപൊരിയും. ആദ്യം അമ്പുടു കുറച്ച് മടിയൊക്കെ കാണിച്ചെങ്കിലും ടേസ്റ്റ് മനസ്സിലായപ്പോൾ ആൾ കഴിക്കാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് പുറത്തിറങ്ങിയപ്പോഴാണ് കുറച്ച് അത്യാവശ്യ സാധനങ്ങൾ വാങ്ങാനുണ്ടെന്ന് ഓർത്തത്. ആ സമയം പപ്പയും മോളും പ്രാവിനെയൊക്കെ നോക്കി നിൽപ്പുണ്ടായിരുന്നു. ഇനി എത്രയും പെട്ടെന്ന് റിയാൻഷിയെ പിക്ക് ചെയ്യാൻ പോകണം. ഒരു ചായ കുടിയും കഥ പറയലും ഒക്കെ കാരണം ടൈം കുറേ നഷ്ടമായി. കുറച്ചു നേരം എന്നെ കാണാതായപ്പോൾ അമ്പുടു കുറച്ചൊന്ന് ഡെസ്പായെങ്കിലും എന്നെ കണ്ടപ്പോഴേക്കും ആള് ഹാപ്പിയായി. റിയാൻഷിയുടെ ഡാൻസ് ക്ലാസ് കഴിയാറായിരുന്നു. വണ്ടി കണ്ടതും കൈവിട്ട് ഓടാൻ തുടങ്ങിയപ്പോൾ ഞാൻ വഴക്കു പറയുന്നതാണ് നിങ്ങൾ കണ്ടത്. നിങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയാണോ? നമ്മുടെ മക്കൾ നമ്മൾ പറയുന്നത് കേൾക്കാതിരിക്കുമ്പോൾ നിങ്ങൾക്കും ദേഷ്യം വരാറുണ്ടോ? ഞാൻ ഇങ്ങനെയാണ്. ഇങ്ങനെയുള്ള അവസരങ്ങളിൽ അമ്മ റോൾ ടഫാണെന്ന് തോന്നാറുണ്ട്. എന്തായാലും ചേച്ചിയെ കണ്ടപ്പോൾ അമ്പു ഹാപ്പിയായി. ഡാൻസൊക്കെ കഴിഞ്ഞ് വിയർത്ത് ക്ഷീണിച്ച് വണ്ടിയിൽ കയറിയപ്പോൾ റിയാൻഷിക്ക് തണുത്ത് വിറയ്ക്കുന്നുണ്ട്. ഇനി നേരെ വീട്ടിലേക്കെന്ന് പറഞ്ഞ് കുറച്ചു ദൂരം പിന്നിട്ടപ്പോൾ ഒരു ജ്യൂസ് കട കണ്ടു. വണ്ടി ഒതുക്കി നിർത്തി ഇറങ്ങിയപ്പോൾ JCB നോക്കി നിൽക്കുകയാണ് റിയാൻഷിയും അമ്പുടുവും. നമ്മുടെ ചൈൽഡ്ഹുഡിൽ നമുക്കും ഇതൊക്കെ ഒരു ഗോൾഡൻ മെമ്മറീസ് ആയിരുന്നില്ലേ? ഈ കടയിൽ ഒത്തിരി ഫ്രൂട്ട് ഷേക്കും ഇളനീരും ഒക്കെ ഉണ്ടായിരുന്നു. ബട്ട് ഇപ്പം ഞങ്ങളുടെ ഫേവറേറ്റ് സ്ട്രോബെറി ഷേക്കാണ്. 2 സ്ട്രോബെറി ഷേക്കാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. പക്ഷെ കുട്ടികളെ കണ്ടതുകൊണ്ട് നമുക്കൊരു എക്സ്ട്രാ ഗ്ലാസ്സിൽ കൂടി ഷേക്ക് തന്നിരുന്നു. എന്തായാലും സ്ട്രോബെറി ഷേക്ക് പൊളിയാണ് കേട്ടോ. അമ്പുടുവും റിയാൻഷുവും കുറേ അധികം കുടിച്ചു. ഇനി വേഗം വീട്ടിലെത്തണം. ശുമ്പുടു ഞങ്ങളെ കാണാതെ വിഷമിച്ചിരിപ്പുണ്ടാവും. കുറച്ച് ചോക്ലേറ്റൊക്കെ വാങ്ങി വീട്ടിലേക്ക് തിരിച്ചു. ടാറ്റാ ബൈ ബൈ.